നമുക്ക് നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ തുറസായ സ്ഥലമല്ലേ, CCTVയിൽ എന്ന വിശ്വാസത്തിൽ പട്ടാപ്പകൽ പിക്കപ്പ് വാഹനത്തിലെത്തി മാലിന്യ ചാക്കുകൾ വലിച്ചെറിഞ്ഞൊരു കൂട്ടർ. നാട്ടുകാർ CCTV ദൃശ്യം പുറത്തുവിട്ടതോടെ പ്രതികൾ അതേ പിക്കപ്പ് വാനിൽ തിരിച്ചെത്തി വലിച്ചെറിഞ്ഞ ഈ മാലിന്യ ചാക്കുകൾ പിക്കപ്പിൽ കയറ്റി സ്ഥലം വിട്ടു. പത്തനംതിട്ട അടൂർ നെല്ലിമുട്ടിൽ പടിയിലാണ് ഈ സംഭവം. പിഴശിക്ഷ മാത്രം പോരാ, മാലിന്യ നിക്ഷേപം നടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസ് കൂടി എടുക്കണമെന്നതാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. CCTV ദൃശ്യത്തിൽ കാണുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പത്തനംതിട്ട നെല്ലിമുട്ടിൽ പടി കോട്ടമുകൾ റോഡ്. എൻ്റെ വലതുവശത്ത് ഒരു കനാൽ കാണാൻ സാധിക്കും. ആ കനാലിൻ്റെ പരിസരം മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് ഈ വാഹനങ്ങളിൽ മാലിന്യം എത്തിച്ച് ആളുകൾ ഈ ഭാഗത്തേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ജനങ്ങൾ പരാതി പറഞ്ഞു മടുത്തു. ഇതിനിടെയാണ് പകൽ പോലും ആളുകൾ വാഹനത്തിലെത്തി പിക്കപ്പ് പോലുള്ള വാഹനങ്ങളിൽ ചാക്കുകെട്ട് കണക്കിന് മാലിന്യങ്ങളുമായി എത്തി ഈ ഭാഗത്തേക്കൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികളും നമ്മോടൊപ്പം ഉണ്ട്. അടൂരുള്ള എല്ലാ ഹോട്ടലുകളിലെയും എല്ലാ കടകളിലെയും വേസ്റ്റ് വരുന്നത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമായിട്ട് കുറേ കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേസ്റ്റുകൾ കൊണ്ടിട്ട് ഈ വേസ്റ്റുകൾ തിന്നാനായി കുറേ പന്നികൾ വന്ന് പെറ്റുപെരുകി നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായുള്ള ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് വീഴ സാധ്യതയുണ്ടായി, പന്നി കയറി കുറുക്കി ചാടിയതിന്. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുന്ന നടപടിയിലേക്ക് പോലീസ് മുന്നോട്ട് പോവുകയാണ്. നഗരസഭയും ഈ കൗൺസിൽ അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി. നഗരസഭയിലെ 10ഓളം സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപന ഭാഗമായിട്ട് ഈ കനാൽ റോഡിലും ക്യാമറ ഉടൻ തന്നെ സ്ഥാപിച്ച് ഈ ഇത്തരത്തിലുള്ള ഇവരെ പിടിച്ച് അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയാണ്. അത് വാഹനത്തിൻ്റെ ആ നമ്പർ വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ സ്ഥിരം ഇനിയും ഇതുപോലെ തന്നെ അടൂരിലെ കോഴിക്കടക്കാരെല്ലാവരും രാത്രി കാലങ്ങളിൽ കോഴി വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ശാശ്വത ഒരു പരിഹാരം നഗരസഭ പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാം. ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഇപ്പോൾ 7 മാസം കഴിഞ്ഞു, ഒരു ക്യാമറയും സ്ഥാപിച്ചിട്ടില്ല. ഇതിൻ്റെ പ്രധാന ഉത്തരവാദികൾ KIPയും മുനിസിപ്പാലിറ്റിയും തന്നെയാണ്. മുനിസിപ്പാലിറ്റിയും KIPയും ഇതിനകത്ത് കൃത്യമായി നടപടി സ്വീകരിച്ചാൽ ഇത് ഒഴിവാക്കാൻ പറ്റും. അതിന് ഈ റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ചേർന്നാൽ നഗരത്തിൽ ഒരുപാട് ക്യാമറകൾ വയ്ക്കാൻ പറ്റും. മുനിസിപ്പൽ ഫണ്ട് വേണ്ട. അതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് പരമാവധി സ്ഥലത്ത് നമുക്ക് ഈ കവറേജ് കിട്ടും. അത് തന്നെയല്ല, ക്രൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. വേസ്റ്റ് മാത്രമല്ല, ഈ ഭാഗത്ത് CCTV ക്യാമറകൾ അടൂർ നഗരസഭയുടെ ഭാഗമായി അല്ലെങ്കിൽ അടൂർ നഗരസഭ പണം മുടക്കി തന്നെ സ്ഥാപിക്കണം എന്നൊരാവശ്യം കൂടി പ്രദേശവാസികൾക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.